എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിൽ പല ഭാഷകളിലായി സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ഉള്ള റിയാലിറ്റി ഷോകളിൽ ഒന്നാണ് ബിഗ് ബോസ്. അതൊരു സർവൈവൽ സൈക്കോളജിക്കൽ ഗെയിമാണ്. സമൂഹത്തിൻ്റെ പല കോണുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സെലിബ്രിറ്റീസും കോമണേഴ്സും അടങ്ങുന്ന ഒരു കൂട്ടം മത്സരാർത്ഥികളെ ഒരു വീട്ടിൽ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ അടച്ചിടുന്നു. അവിടെ ഫോണ്, ഇൻ്റർനെറ്റ്, TV ഈ വക യാതൊരു സംഭവങ്ങളും ഉണ്ടായിരിക്കില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരാളുടെ ശബ്ദം മാത്രം കേൾക്കാം. ആ വീട്ടിൽ താമസിക്കുന്നതിന് കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് വേണം അവിടെ കഴിയാൻ. ഒരുപാട് പേര് ഈ ഷോക്കെതിരെ സംസാരിക്കുമെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു റിയാലിറ്റി ഷോയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന സക്സസ്ഫുള്ളായ ഒരു റിയാലിറ്റി ഷോ കൂടിയാണ് ബിഗ് ബോസ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഈ ഷോയെ ഇഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റിയാണ്. മനുഷ്യ സഹജമായ ഒരു ആകാംക്ഷ. വീട്ടിനുള്ളിൽ അടച്ചിടുന്ന മത്സരാർത്ഥികളുടെ യഥാർത്ഥ സ്വഭാവവും ജീവിതവും ഒക്കെ കാണാൻ ആളുകൾക്ക് താല്പര്യമുണ്ടായിരിക്കും. പ്രത്യേകിച്ച് സെലിബ്രിറ്റീസൊക്കെ അവരെങ്ങനെയാണ് യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടായിരിക്കുക, അവരുടെ വീട്ടിൽ അവരെങ്ങനെയാണ് പെരുമാറുക എന്നൊക്കെ അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ടായിരിക്കും. ഈ ഫാമിലി വ്ളോഗ്സിനൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സൊക്കെ ഉള്ളതിൻ്റെ കാരണം ഇത് തന്നെയാണ്. മനുഷ്യർക്ക് ഒരു ജിജ്ഞാസയുണ്ട്, എന്താണ് ഓരോ വീട്ടിനുള്ളിൽ നടക്കുന്നത് എന്നറിയാൻ. അയൽപ്പക്കത്തൊരു വഴക്കൊക്കെ കേൾക്കുമ്പോൾ അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭൂരിഭാഗം ആളുകൾക്ക് ഉണ്ടായിരിക്കും. ആളുകളുടെ ഈ ജിജ്ഞാസയെ, ഈ കൗതുകത്തെ, മറ്റുള്ളവരുടെ വീട്ടിൽ എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു താല്പര്യം ആളുകൾക്ക് ഉണ്ടായിരിക്കും. അതിനെ ചൂഷണം ചെയ്തിട്ടാണ് ഈ ഷോയൊക്കെ നിലനിന്ന് പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമ, സീരിയലൊക്കെ പോലെ ഇത് സ്ക്രിപ്റ്റഡ് അല്ല. ആളുകളുടെ റിയൽ ഇമോഷനാണ് ഇവിടെ കാണിക്കുക. അതുപോലെ തന്നെ ഇത് വളരെ സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും സന്തോഷത്തോടെയൊക്കെ കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബം ആയിരിക്കില്ല ഈ വീട്ടിനുള്ളിൽ കാണിക്കുന്നത്. എപ്പോഴും അടികൂടുന്ന, വഴക്കുണ്ടാക്കുന്ന, കരയുന്ന, അങ്ങനെയുള്ള ഒരു സംഭവബഹുലമായ ഒരു വീടായിരിക്കും. അതുകൊണ്ട് തന്നെ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ റേറ്റിംഗ് കൂടും. കൂടുതൽ ആളുകൾ ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ നോക്കും. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ മത്സരാർത്ഥികൾ ക്യാമറ കോൺഷ്യസ് ആയിരിക്കും. ആ ക്യാമറ ഉണ്ട്, നമ്മൾ പറയുന്നതും ചെയ്യുന്നതൊക്കെ ആളുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്നൊരു ശ്രദ്ധാപൂർവം അഭിനയിക്കാനും നല്ല ആളായിട്ട് ഇരിക്കാനൊക്കെ നോക്കും. പക്ഷെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും യഥാർത്ഥ സ്വഭാവം പുറത്തു വരിക തന്നെ ചെയ്യും. സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും ഈ ഷോ എന്ന് പറയുന്നത് എഡിറ്റഡ് ആണ്. ക്യാമറ 24 hours എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. ചുമ്മാ കുറച്ച് ആളുകളെ ഒരു വീട്ടിലിട്ട് ക്യാമറയിലൂടെ അവരെന്താണ് ചെയ്യുന്നതെന്ന് നിരീക്ഷിക്കുക, അങ്ങനെയുള്ള ഇതല്ല. ഇത് വളരെ എഡിറ്റ് ചെയ്തിട്ട് അതൊരു കഥ പോലെയാക്കിയിട്ട് ഇങ്ങനെ റിലേറ്റഡ് സംഭവങ്ങൾ കോർത്തിണക്കി ഏതാണ്ട് ഒരു സിനിമ, സീരിയലൊക്കെ പോലെ തന്നെയാണ് നമ്മളത് കാണിക്കുന്നത്. എന്തൊക്കെ കാണിക്കണം, എന്തൊക്കെ കാണിക്കണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ഷോയുടെ അണിയറ പ്രവർത്തകരാണ്. അപ്പോൾ അവർ നിശ്ചയിക്കുന്നതിനനുസരിച്ച് അവരതിനെ ഒരു കഥ പോലെ ആക്കി മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടായിരിക്കും, നമുക്ക് ആരാധന തോന്നുന്ന ആളുകളുണ്ടായിരിക്കും, നമുക്ക് വളരെയധികം ഇറിറ്റേറ്റഡായി നമുക്ക് വെറുപ്പ് തോന്നുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വഴക്കുകളും ബഹളങ്ങളും കരച്ചിലും ഒക്കെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് ഇത് കാണാനൊരു താല്പര്യം ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് സഹായകമായ രീതിയിലുള്ള അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരിക്കുക. ഭക്ഷണം, ഉറക്കം ഇതെല്ലാം ലിമിറ്റഡ് ആയിരിക്കും. നന്നായി ഉറങ്ങുന്ന, നിറയെ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിടിച്ചു നിൽക്കാൻ നല്ല പാടായിരിക്കും. പിന്നെ ഇവർ രാവിലെ എഴുന്നേൽപ്പിക്കുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. വളരെ ലൗഡായിട്ട് മ്യൂസിക് വെച്ച് എല്ലാ ലൈറ്റുകളും പെട്ടെന്ന് അങ്ങോട്ട് ഓണാക്കിയിട്ട് ഒരു ഞെട്ടിപ്പിക്കുന്ന വിധത്തിലാണ് എഴുന്നേൽപ്പിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ആലോചിച്ചാൽ മതി, ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് ലൈറ്റൊക്കെ ഇട്ട് ഉറക്ക പാട്ടൊക്കെ വെച്ച് നമ്മളെ എണീപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ ദിവസം മൊത്തം നമ്മുടെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാവാനുള്ള സാധ്യതയുണ്ട്. മതിയായ ഭക്ഷണം, ഉറക്കം ഇതൊന്നും കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ പ്രകോപിതരാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴക്കുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് ബഹളാവുന്നു, വഴക്കാവുന്നു, ആരെങ്കിലുമൊക്കെ പറഞ്ഞത് പിടിക്കില്ല. ഒരാളുടെ ക്യാരക്ടറിന് നേരെ ഓപ്പോസിറ്റായ സ്വഭാവമുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് പിന്നെ വഴക്കിലെത്തും. അപ്പോൾ അങ്ങനെ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ ആളുകൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നതൊക്കെ അനുസരിച്ച് പുറത്തിരിക്കുന്ന ആളുകൾക്ക് അവരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അതാണ് വോട്ടിംഗ്. നമുക്ക് ഇഷ്ടമുള്ള ആളുകളെ വോട്ട് ചെയ്ത് അവിടെ നിലനിർത്താൻ പറ്റും, അല്ലാത്തവരെ എലിമിനേറ്റ് ചെയ്ത് കളയാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമുക്കൊരു പവർ ഉള്ളതുപോലെ കാഴ്ചക്കാർക്ക് അനുഭവപ്പെടും. അതും
ഈ ഷോയിലേക്കുള്ള ഒരു ആകർഷണ ഘടകമാണ്. ഈ വഴക്കുകളും ബഹളങ്ങളും ഒക്കെ കണ്ടിട്ട് ആരാണ് ശരി ആരാണ് തെറ്റ് എന്നൊക്കെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കുണ്ട്. ആളുകൾക്ക് പൊതുവെ ഇഷ്ടമാണ് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലെങ്കിലും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഒരു സസ്പെൻസ് ഉണ്ട് ഇതിൽ. ആരാണ് ഔട്ടാവുക ആരാണ് അവിടെ ഉണ്ടാവുക എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എത്ര പേര് നമ്മൾ വോട്ട് ചെയ്ത ആൾക്ക് വോട്ട് ചെയ്തു എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ആരാണ് ഔട്ടാവുക എന്നൊക്കെയുള്ള എല്ലാ ആഴ്ചയും എലിമിനേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കൊരു ജിജ്ഞാസയുണ്ട് ആരായിരിക്കും ഔട്ടാവുക. ആ സസ്പെൻസ് അവർ നിലനിർത്തും. ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളൊക്കെ ഔട്ടായി പോകും. പിന്നെ ഒരുപാട് ഗെയിമുകൾ ഉണ്ടാവും, ടാസ്കുകൾ ഉണ്ടാവും, മത്സരങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ മത്സരിച്ച് ജയിക്കുന്നു, ടാസ്കിൽ വിജയിക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ജയിച്ചതുപോലെയുള്ള ഒരു സന്തോഷം നമുക്ക് ആ ഷോ കാണുമ്പോൾ കിട്ടും. പിന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോ അവതരിപ്പിക്കുന്ന മോഹൻലാൽ എന്ന ഘടകമാണ്. ഹിന്ദിയിലാണെങ്കിൽ അത് സൽമാൻ ഖാനാണ്. പലരും ഈ ഷോയെ എതിർക്കുന്ന ആളുകൾ ഈ ഷോ അവതരിപ്പിക്കുന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ മോഹൻലാലിനെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സംസാരിക്കാറുണ്ട്. പക്ഷെ അദ്ദേഹം ചെയ്യുന്നത് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ പ്രതിഫലം മേടിച്ചിട്ട് അവർ ഈ ഷോയുടെ അണിയറ പ്രവർത്തകർ എന്തൊക്കെയാണോ പറയുന്നത് അതൊക്കെ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അല്ലാതെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആരെയും ഔട്ടാക്കുകയും ഇന്നാക്കുകയും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഇതറിയാത്ത ആളുകളാണ് അദ്ദേഹത്തെ വിമർശിക്കുന്നതും ഇവരെ അവിടെ അനുഭാവം കാണിച്ചു, ഇവരെ തള്ളി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊന്നും മോഹൻലാൽ സ്വന്തം ഇഷ്ടത്തിന് പറയുന്നതല്ല. അവർ ഷോയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് അദ്ദേഹം പൈസ മേടിച്ചിട്ട് പറയുകയാണ്. ശരിക്കും സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഈ മോഹൻലാലിനെ കാണാൻ വേണ്ടി മാത്രം ഈ ഷോ കാണുന്ന ആളുകളുണ്ട്. വീക്കെൻഡ് എപ്പിസോഡ്സ് മാത്രം കാണുന്ന ബിഗ് ബോസ് പ്രേക്ഷകരുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കൗതുകം, ഡ്രാമ, വിനോദം, മോഹൻലാൽ ഇതെല്ലാം അടങ്ങിയ ഒരു സമ്പൂർണ്ണ എൻ്റർടൈൻമെൻറ്റ് പാക്കേജാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ ഷോയെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെങ്കിലും എന്ത് തന്നെ തന്നാലും ഇതൊരു മോശപ്പെട്ട ഷോയാണ്, ഈ ഷോയിലേക്ക് വിളിച്ചാൽ പോകില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഷോയിൽ പങ്കെടുത്ത് വിജയിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരു സർവൈവൽ ഗെയിമാണിത്. നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻ, വീട്ടുകാരിൽ നിന്നൊക്കെ അകന്നിട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആളുകളൊന്നും അവിടെ ഉണ്ടായിരിക്കണമെന്നില്ല. എല്ലാവരും നമ്മുടെ എതിരാളികളാണ്. എല്ലാവരും ഒരാളെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് കൂടെ താമസിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ എപ്പോഴും ഒരു മത്സരം ഉണ്ടായിരിക്കും. ആരാണ് എപ്പോഴാണ് നമ്മളെ ചീറ്റ് ചെയ്യാമെന്നോ നമുക്കെതിരെ വോട്ട് ചെയ്യാമെന്നോ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പം അങ്ങനെ ഒരു സർവൈവൽ ഗെയിമാണ്. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നുണ്ടായിരിക്കില്ല. വീട്ടിനകത്ത് നിലനിൽക്കുക എന്ന് മാത്രമല്ല, മറിച്ച് പുറത്തുള്ള ആളുകൾക്ക് നമ്മളെ ഇഷ്ടമാവുകയും കൂടി വേണം. അപ്പോൾ അവിടെ 100 ദിവസം നിലനിന്നിട്ട് ജയിച്ചു വരിക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നല്ല ഇമോഷണൽ സ്ട്രെങ്ത് ഒക്കെ ഉള്ള, നല്ല ബ്രില്യൻസ് ഉള്ള ആളുകൾക്കൊക്കെ അത് സാധിക്കുകയുള്ളൂ.